ഹലോ ഗായ്സ്, വെൽക്കം ടു പെൽബോ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു XP ഫാമാണ്. അപ്പോൾ അതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ആ മരമൊക്കെയുള്ള സൈഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ മരമൊക്കെ ഒന്ന് വെട്ടണം. ഇതിൽ വെപ്പൺസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇല്ലേ, ഉണ്ടാവണം. അപ്പോൾ വെട്ടി തുടങ്ങി. അപ്പോൾ വെട്ടിക്കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇനി ഉണ്ടാക്കേണ്ടത്. ഇവിടെ 4 ബ്ലോക്ക് അങ്ങോട്ട് കുഴിക്കുക. എന്നിട്ട് അതിൽ ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. ഡബിൾ ചെസ്റ്റ് ആയിട്ട് 4 വയ്ക്കുക. ഒരു ഡബിൾ ചെസ്റ്റ് 1 2 3 അപ്പോൾ 4 വയ്ക്കാം. ഇനി ഹോപ്പർ വെക്കണം ഗൈസ്. ഹോപ്പർ അപ്പോൾ ഇനി ഇരുന്നിട്ട് വെക്കണം. അല്ല, ഇരുന്നിട്ട് വെച്ചാലേ വർക്കാവുള്ളൂ. അപ്പോൾ ഒന്ന് 4 വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഇട്ട് വർക്കാവുമോ നോക്കാം. അതിൽ വർക്കാവുണ്ടെങ്കിൽ എൻ്റെ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ടുണ്ട്. ഇനി തുറന്ന് നോക്കി നോക്കാം. വർക്കാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ വർക്കായിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലാബ് 4 വെക്കണം ഗൈസ്. സ്ലാബ് ഇരുന്നിട്ട് വെക്കുക. ക്രൗച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗമാവും, ഇല്ലെങ്കിൽ അത് ഹോപ്പർ ഓൺ ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് വെക്കുക ഗൈസ്. എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഹാഫ് ബ്ലോക്ക് ഡിസ്റ്റൻസ്. ഇനി ഇതിൻ്റെ മേലെ കല്ല് വെച്ച് കയറണം. ഒരു ഡേർട്ട് ബ്ലോക്ക് വെച്ച് കയറാം. ഡെഡ് ബ്ലോക്ക് വെച്ചിട്ട് ഈ ഡെഡ് ബ്ലോക്ക് വെക്കണതിൻ്റെ പകരം കല്ല് വെച്ച് അതിൻ്റെ മേലെ കല്ല് വെക്കുക. ഇനി അടിയത്തെ കല്ല് പൊട്ടിച്ച് കളയണം ഗൈസ്. അടിയത്തെ കല്ല് പൊട്ടിച്ച് കളയുക. ഇതും പൊട്ടിച്ച് കളയാം. ഇനി ഇത് മൊത്തം ചുറ്റോറം അങ്ങനെ വെക്കണം, അത് കവർ ചെയ്യണ പോലെ. ഇതങ്ങനെ മൊത്തം കവർ ചെയ്യുന്ന പോലെ വെക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും കാണാം ലാസ്റ്റ്. ഇനി ഇതൊരു 21 ബ്ലോക്ക് വലുപ്പത്തിൽ വെക്കണം കേട്ടോ. 21 ബ്ലോക്ക് വലുപ്പത്തിൽ അങ്ങോട്ട്. ഇപ്പോൾ 1 ആയില്ലേ, ബാക്കി ഇനി 20 വെച്ചാൽ മതി. ഇപ്പോൾ അതാ കണ്ടോ, കറക്റ്റ് ഇതാ ഒരു 21 ബ്ലോക്ക് മേലേക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി ഇത് നിങ്ങളുടെ ഒരു 8 ബ്ലോക്ക് ഡിസ്റ്റൻസ്. ഫസ്റ്റത്തെ 2 വിട്ടിട്ട് ബാക്കി 2 അങ്ങനെ ആണ്ടോ. അപ്പോൾ അടിക്ക് ഇറങ്ങി കല്ല് പൊട്ടിക്കാൻ പോകുന്നതാണ്. കുറേ കല്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കല്ല് മൊത്തം കഴിഞ്ഞു. ഇനി ബാക്കി കല്ല് വെച്ചിട്ട് ബാക്കിയും കൂടി മില്ല് ചെയ്യുക. 2 കൂടി ഉണ്ട്. ഓക്കെ, കുറച്ച് 8 ബ്ലോക്ക് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് കേട്ടോ. 8 ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് 8 മൊത്തം 4 സൈഡിൽ 8 വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ അറിയാതെ വെച്ചതാണ്, 2 വെച്ചതാണ്. ചിലത്തെ പിക്കാക്സ് പൊട്ടിപ്പോയി, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഡേർട്ടൊക്കെ പൊളിച്ചിട്ട് ഇനി ബാക്കി പണി. ഇനി ഇതിൻ്റെ മേലെ വെച്ചാൽ ആ അറ്റത്ത് 2 ബ്ലോക്ക് ഇട്ട് വെക്കണം. ഇവിടെ 2 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കണം. ആദ്യം നമുക്ക് 1 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ചിട്ട് കാണിച്ചു തരാം. 2 ബ്ലോക്ക് മൊത്തം ഹൈറ്റിൽ വെച്ചിട്ട് ചെയ്യണം ഗൈസ്. ഇതങ്ങനെ ഉണ്ടാവും ഏകദേശം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ വെള്ളം ഒഴിച്ച് നോക്കി നോക്കുക. കറക്റ്റ് അവിടെ വന്ന് നിൽക്കണം. അതിനുള്ളിൽ ആ ഓട്ടയിൽ കൂടെ പോവരുത്. കറക്റ്റ് അവിടെ വന്ന് നിൽക്കണം ഗൈസ്. അപ്പം ഞാൻ വെള്ളം തിരിച്ചെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അഥവാ വീണ പണിയാവും. അപ്പോൾ ഏകദേശം എല്ലാ ബ്ലോക്കും വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക. എന്നിട്ട് ഈ ബ്ലോക്ക് മൊത്തം ഫുള്ള് കവർ ചെയ്യുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ മൊത്തം ആ സൈഡിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോവുക, ആ സൈഡിലേക്ക്. എന്നിട്ട് മൊത്തം മേലത്തെ ഭാഗം മൊത്തം മൂടണം. ഈ മേലത്തെ ഭാഗം മൊത്തം മൂടുക. അത് മൊത്തം ചെയ്യണം. ഇനി ഇപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടാവും ഗൈസ്. അങ്ങനെ മൊത്തം മൂടിയിട്ട് ഒരു കട്ട മാത്രം മൂടിയിട്ടുള്ളൂ. ഇനി ഇത് 2 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കണം മൊത്തം. ചുറ്റോറം അങ്ങനെ വെക്കുക. ഇതപ്പോൾ അങ്ങനെ ഉണ്ടാവും കാണാൻ. ഓക്കെയാണ്. ഇപ്പോൾ അടിപൊളിയാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇത് മൊത്തം മേൽപ്പൂരയും മൂടണം ഗൈസ്. മേൽപ്പൂര മൂടണം. ഇനി അത് മൊത്തം ഇപ്പോൾ വെച്ച കല്ല് വെക്കാതെ ബാക്കി ഇപ്പോൾ വെച്ച കല്ല് മാത്രം വെക്കുക. നേരത്തെ വെച്ച കല്ല് വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കി മൊത്തം ചെയ്തിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, മൊത്തം മൂടിയുണ്ട്. ഒരു ബ്ലോക്കിലേക്ക് അങ്ങോട്ട് കടക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ എനിമീസ് സ്പോണായ സീനാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചത്തു പോകും. ഇനി മൊത്തം അവിടെ എന്താ പറയുക, ട്രാപ്പ് ഡോറ് വെക്കണം. ആകെ 35 ട്രാപ്പ് ഡോറേ ഉള്ളൂ. അയ്യോ, ട്രാപ്പ് ഡോറ് കഴിഞ്ഞതാണ് ഗൈസ്. അപ്പോൾ വേറെ ട്രാപ്പ് ഡോർ ഉണ്ടാക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ കളറായി ട്രാപ്പ് ഡോറ്. അപ്പോൾ ഇനി ഈ ലൈറ്റൊക്കെ എടുക്കുക.
ഈ ലൈറ്റൊക്കെ എടുത്തിട്ടാണ് പോകാണ്ടോ. ഇപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ആ അറ്റത്ത് രണ്ട് സൈഡിൽ വെച്ച് ഒഴിക്കണം കേട്ടോ. രണ്ട് ഡിസ്റ്റൻസിലുള്ള ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും അറ്റത്ത് വെക്കണം. അപ്പോൾ മൊത്തം 8 സൈഡ് ഉണ്ടാവും. അപ്പോൾ 8 സൈഡിൽ വെച്ചിട്ട് കറക്റ്റ് ആ ബ്ലോക്കിൻ്റെ അവിടെ വന്ന് വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വെള്ളം അവിടെ വെച്ച് മേലെ വയ്ക്കാൻ ഉദ്ദേശിച്ച് പണിയായി. ഇനി മേലേക്ക് നേരെ പോവുക. ഞാൻ വെള്ളം എടുക്കുക. ഞാൻ ബ്ലോക്കും കൂടി മൂടുക ഗൈസ്. എന്നാലേ എനിമീസ് വന്ന് തുടങ്ങുള്ളൂ അതിൻ്റെ ഉള്ളിൽ. ഓക്കെ ഈ ഒരു കുറേ നേരമായി ഫാൻ്റെ വന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. അടിക്കണം എന്നുണ്ട്, പക്ഷെ സമയമില്ല. ഇപ്പോൾ ഇതിൻ്റെ മേലെ ടോർച്ച് ബ്ലോക്കും വെക്കണം കേട്ടോ. ടോർച്ചും വെക്കണം. ഇനി നമുക്ക് പറ്റുമോ നോക്കട്ടെ. വെള്ളം കൊണ്ടിട്ട് എന്താ ചെയ്യുക, അത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ കുറേ നേരമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ചാടിയില്ലെങ്കിൽ ചാവും. ഇപ്പം തന്നെ കുറേ എനിമീസ് വന്നിട്ടുണ്ട്. വേഗം രക്ഷ. കറക്റ്റ് ഗൈസ്. അവിടെ എടുക്കിട്ട് പോട്ടെ വേഗം പോട്ടെ. ഇല്ലെങ്കിൽ ഇപ്പം ചാവും. ഹെൽത്തും കുറവാണ്. ഹെൽത്ത് ഉണ്ടല്ലേ, നോക്കിയില്ല. അയ്യോ, ഞാൻ അല്ല ഇപ്പം ചാവും. ഇതെന്താ അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഈ സ്പൈഡർ മോനൊക്കെ വന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്, നിയർ എനിമീസ്. നമുക്ക് രാവിലെ ആയിട്ട് കാണാം കേട്ടോ. ഇനി രാവിലെ ആവട്ടെ. ഇതാ എൻ്റെ മോബ് ഫാം നന്നായിട്ട് വർക്കാവുന്നുണ്ട് ഇപ്പോൾ. കണ്ടോ, ഞാനൊരു 2 ഹൈറ്റും കൂടി പൊന്തിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ 19 ബ്ലോക്കേ വെച്ചുള്ളൂ. ഹൈറ്റ് കുറഞ്ഞാൽ കുഴപ്പമില്ല, ഹൈറ്റ് കൂടിയാലേ കുഴപ്പമുള്ളൂ. ഹൈറ്റ് കൂടിയാൽ ചിലപ്പോൾ ചാവും. വന്നാൽ അപ്പം തന്നെ ചാവും. അപ്പോൾ നമുക്ക് XP കിട്ടൽ കുറവാകും. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡാകുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു ഇത് വെക്കും, എന്താ പറയുക, എൻചാൻറ്റിങ് ടേബിളും കൂടി വെക്കും. എന്താ വെച്ചാൽ ഇതിൽ ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു AFK റൂം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇരിക്കാനും ഇവിടെ. ഈ ഡോങ്കി എന്താ അവിടെ വന്ന് നിൽക്കുന്നത്? ഡോങ്കി അല്ല, ലാമ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എനിമീസ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവരേനൊക്കെ കൊല്ലാം. ഒരു 5-10 ഇഞ്ച് വെറുതെ ഓണാക്കി വെച്ചിട്ടുണ്ട് മതി കേട്ടോ. AFK റൂം ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നിറയെ എനിമീസ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു 30 XP ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് 5-6 ഡയമണ്ടും കിട്ടിയാന്ന് ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ, പിന്നെ സ്റ്റോൺ എടുക്കാൻ പോയപ്പോൾ. അയ്യോ, ക്രീപ്പർ ഉണ്ടാറും. നമുക്കിവിടെ എന്താ പറയുക, ഷീൽഡ് വെച്ചാൽ പൊട്ടില്ല. കണ്ടോ, എൻ്റെ ആകെ 2 ഹെൽത്തേ പോയുള്ളൂ. അത് സീനില്ല. നമുക്ക് ഇനി പിന്നെ ഒരു ബ്രീഡർ ഫാമും കൂടി ഉണ്ടാക്കണം അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. റോട്ടോ ഫ്ലഷാണ് കൂടുതലിപ്പോൾ. ഈ വില്ലേജസിൻ്റെ അടുത്ത് വിൽക്കാൻ പറ്റുമോ ആവോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൊന്നിട്ട് XP കുറേ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ എല്ലാത്തിനും കൊല്ലുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ.